നല്ല ഭംഗിയുണ്ട്. നമ്മളെ വീട് കളി വീട് പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. പണ്ട് ചെറുപ്പത്തിലൊക്കെ കളിക്കുമ്പോ ഇഷ്ടപ്പെട്ടാ? നല്ല ഉണ്ട്. ഇഷ്ടായി. എന്നാ സെറ്റാക്ക്. ഇതാണ് നമ്മുടെ ഒരുപാട് കിട്ടുങ്ങള്. എന്താ വാ പറയ് നമ്മളെ ആൾക്കാരോട്. നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഇതൊക്കെ അവിടെ വെക്ക്. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ കളിവീട്ടിൽ വന്നിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. പൊളിഞ്ഞു പോയിട്ടൊന്നുമില്ല. സംഭവം നല്ല വൃത്തിയായിട്ട് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, എന്താ ചെയ്തേ, എന്നെ ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തണം. ആ കമൻറ്റുകളും ഇതൊക്കെ കൂടി കണ്ടപ്പോഴേ ഇവൾക്ക് സന്തോഷമായി. അപ്പോൾ ഒരുപാട് പേര് മക്കളെ കാണിക്കാനും വീട്ടിലെ ഫാമിലി വാപ്പ ഉമ്മയോ എല്ലാവരും ഒരുമിച്ച് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ മക്കളെ ഞങ്ങൾ ഇന്നും വിളിച്ചിട്ടില്ല. മക്കളെ ഇനി എന്നാ വിളിക്കുക? 2 ദിവസം കഴിഞ്ഞ് സൺഡേ കൊണ്ടുവരും. സൺഡേ അല്ലേ? അപ്പോൾ സൺഡേ മക്കളുമായിട്ട് എല്ലാവരും ഫ്രീ ആവുള്ളൂ. അപ്പോൾ സൺഡേ ആണ് മക്കൾ ഫ്രീ ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾ മക്കളുമായിട്ട് വരും. ഇന്ന് ഞങ്ങൾ എന്തായാലും നമ്മുടെ ഈ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോവാ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടി ഓ ഇതാണ് വിരിക്കുന്ന സാധനം. ഇതൊക്കെ ഒട്ടിക്കട്ടെ അല്ലേ? അങ്ങനെ പോലെ വെള്ളം പുറത്ത് വെച്ചാൽ മതി. അപ്പുറത്ത് മറക്കാതെ നമ്മളെങ്ങനെ ഇവിടെ കിടക്കാം? നല്ലൊരു സേഫ് അല്ല. ഞാൻ 2 ദിവസം ഇവിടെ കിടന്നല്ലേ, പിന്നെ ഇതിനെ പേടിക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വിറക് എടുത്തിട്ടെ. നീ ഇവിടെ ഇതിനകത്ത് കയറിയിരുന്നു. എവിടേക്കല്ല, ഇവിടെ തന്നെ നോക്കട്ടെ കേട്ടോ. പേടിയില്ലല്ലോ? ആ ലൈറ്റൊക്കെ കത്തിച്ചാ? മണ്ണെണ്ണവിളക്ക് എടുത്തില്ലേ നീ? സാറില്ല, മറ്റേ വിളക്കുണ്ടല്ലോ, നമ്മുടെ പുതിയ വിളക്കെടുക്ക്. അത് ഇവിടെ എവിടെയും നോക്കിയിടാ. നമ്മൾ പുതിയൊരു ലൈറ്റ് മേടിച്ചു കേട്ടോ. ഇതാണ് ലൈറ്റ്. നീ കണ്ടില്ലായിരുന്നോ? ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊണ്ടുവന്നാ, ഇവള് കണ്ടിട്ടില്ല. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഈ റാന്തൽ വിളക്ക് പോലെയൊക്കെ ഇത് സംഭവം സെറ്റാണ്. ഇതിന്റെ വില 360 രൂപ കേട്ടോ. 360 ഏറ്റവും ലോയിൽ കിട്ടിയതാണ്. ഇതിന് ശരിക്കും 600-700 ചില ഇതിലൊക്കെ വില. ഇത് നമുക്ക് ഏറ്റവും ഇതിൽ കിട്ടി, കുഴപ്പമില്ല, നല്ല ഇതാണ്. ക്വാളിറ്റി എത്ര സമയം ലൈറ്റ് കിട്ടും എന്നുള്ളതൊന്നും അറിയില്ല. ഇന്നത്തെ കൂടി ടെസ്റ്റ് ചെയ്യാം അല്ലേ? ഇതോടെ തൂക്കട്ടെ. ചിക്കനോടെ ഞാൻ കഴിയട്ടെ. അതിന്റെ പുറത്തുള്ളതൊക്കെ പറിച്ചു കളയണം. അപ്പൊ ഇത്രയും നാള് ഞാൻ കഴുകി ഒറ്റക്ക് തിന്നോണ്ടിരുന്നല്ലേ? അത് ശരി. ഇവിടെ വന്നപ്പോഴേ ഞാൻ കഴുകിയ ശരിയാവില്ല. ആഹാ, അത് കൊള്ളാലോ. അതിക്കല്ലേ തിന്നണേ. അതാ ഒരു ദിവസം നിലത്ത് കഴുകിട്ടെടുക്കാം. ഇപ്പോഴത്തെ മണ്ണ കൂടി നല്ലോണം ഇതിലിട്ട് കഴുകിയാൽ മതി. കളയണ്ട, എന്തിനാ കളയണ? ഇതില് വെക്ക്, കഴുകാം. നീ ചിക്കൻ കഴിക്കോ, ഞാൻ തീ കത്തിക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ സാധനമാണ്. എന്താണ് ഇതിൻ്റെ പേര്? ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഇറച്ചിച്ചോറ് നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്, ഞാനും ആശാനൊക്കെ പോയിട്ട് കുക്കറിൽ. പക്ഷെ ഇവൾ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കണം. നമുക്ക് മറ്റേ ലൈറ്റ് കൂടി എടുത്ത് സെറ്റാക്കട്ടെ, എന്നിട്ട് കത്തിക്കാം അല്ലേ? ഇവിടെ ഒരു മണം വരുന്നുണ്ടല്ലോ ഡി, മറ്റേ പാമ്പിന്റെ ഉണ്ടാ?
ഒരു മറ്റേ കപ്പ പുഴുങ്ങിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, വന്നപ്പോൾ മുതലേ തോന്നുന്നുണ്ട്. ഇത് പുറ്റാണ്, ചതൽപുറ്റ്. കുഴപ്പമില്ല, നീ എന്നെ പേടിക്കണ്ട കേട്ടാ. നീ എല്ലാരും കൂടി ഇന്നെ ചീത്തറിയോ, പാമ്പുള്ള കാട്ടിൽ നിന്നെ കൊണ്ടെന്ന് പറഞ്ഞിട്ട്? ഈ ലൈറ്റ് വെച്ചിട്ടേ ഞാൻ വിചാരിക്കുന്നത് എന്താ കണ്ണ് കണ്ടില്ല, ഭയങ്കര ഇരുട്ട് പോലെ. ഈ ഗ്ലാസ് വെച്ചിട്ടാടി. ആ ഇത് പറഞ്ഞു കൊടുക്ക എല്ലാരോടും. ചിക്കൻ മസാല എന്നോടല്ല, അങ്ങോട്ട് നോക്കിട്ട് പറയും. ഇപ്പൊ നമ്മൾ ചിക്കൻ മസാല ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് മതി. ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ലേ? ഇറച്ചി ചോറ്. ഇത് പല രീതിക്ക് ഉണ്ടാക്കും. ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ചിക്കൻ പീസസ് വെളുത്തിരിക്കില്ല. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ വെള്ള കളറായിരിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ, നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വെറൈറ്റി ഫുഡ് പറഞ്ഞിട്ട് ദേ വെറൈറ്റി ഫുഡ് വരാൻ പോകണം കേട്ടോ. ഇത് സാൾട്ട്, ഇത് വറക്കാൻ വേണ്ടിട്ടാ. സാൾട്ട് എന്താ, മഞ്ഞപ്പൊടി, എന്താ അത് മുളക് പൊടി. ഇതെന്താ ആ എടി, ചിക്കൻ വറക്കാൻ വേണമെങ്കിൽ ആ ചട്ടി അടുപ്പത്ത് ഇതിൽ വെക്കാം. ഈ അടുപ്പ് കത്തിക്കാം. വേറെ ചട്ടി ഉണ്ടല്ലേ, നമ്മൾ കഴിഞ്ഞ വട്ടം ചിക്കൻ പൊരിച്ചേ, ആ ഗ്യാസിൽ വെച്ചാൽ മതില്ലേ? ഓക്കെ, ചട്ടി നാശാവുന്നു. ഇതിലിനി വേറെ എന്തൊക്കെ വേണമെന്നറിയാം? ഗരം മസാല വേണം, ഒന്നുമില്ലേ? പിന്നെ കുറച്ച് കൊണ്ടുവരണേ, എനിക്കറിയില്ല. കുറച്ച് വിനാഗിരി വേണം. ഒക്കെ പറയണായിരുന്നേ, എന്താ ഇവിടെ വന്നിട്ടാ എല്ലാം പറയണ ആള്. ആ സ്റ്റൂൾ എടുത്തിട്ട് ഇരുന്നൂടെ നിൽക്കുന്ന. ആ ഗ്യാസ് ഈ അടുപ്പിന് വെള്ളം വെച്ചാലോ അല്ലേ? ഇതിന് വെള്ളം ഇരിക്കാം അല്ലേ? ഗ്യാസ് അടുപ്പ്, ഗ്യാസ് അടുപ്പും ഒരു കുറ്റിയും വേണം. കുറ്റി ഇതാ കവറിലല്ലേ. നമ്മൾ അടുപ്പ് നമ്മൾ സർവീസ് ചെയ്ത് സെറ്റാക്കി കേട്ടോ. സർവീസ് ചെയ്തത് ഞാൻ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ലീക്കൊന്നുമില്ല, അടിപൊളിയായിട്ട് കത്തണുണ്ട്. ആ ഇല്ല, കമ്പില്ല അല്ലേ? ഇല്ല. ഓ അയ്യോ, സർവീസൊക്കെ ചെയ്തതായിരുന്നല്ലോ. അടുപ്പിന്റെ അടുത്ത് നാക്കണ്ടല്ലേ? സംഭവം സെറ്റ്. ഓ അടിപൊളി. ഇതെവിടെ വെക്കപ്പോ? ഇങ്ങനെ വെക്കാനാ? അടിപൊളി. ഞാൻ ചട്ടി വെക്കട്ടെ? ഇരുന്നു. എനിക്ക് വേണ്ട, നീ അങ്ങോട്ട് ഇരുന്നാ മതി. അപ്പൊ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ഇടാം കേട്ടോ. ആരോടാ? പ്രേക്ഷകരോട്. കുക്കിംഗ് ചാനലോ അതോ ക്യാമ്പിംഗ് ചാനലോ? അല്ല, എനിക്കൊരു സംശയമുണ്ട്, ഈ ചട്ടി ഇത് മറിയില്ലല്ലോ, ഇതിങ്ങോട്ട് മറിയോ? അതെന്താ ചെയ്യണം? നീ ഗ്യാസിലൊന്നും തുടണ്ട. മറിയോന്നൊരു പേടി. പിടിച്ചിട്ട് ചെയ്യും മോളെ.
ആകുമ്പോഴത്തേക്കും സവാളയും തക്കാളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്താലോ? ഞാൻ എടുത്തുതരാം. എത്ര വേണം സവാള? 2 സവാള. ഓക്കെ. പിന്നെ തക്കാളി എല്ലാം പുറത്തോട്ട് അങ്ങ് എടുക്കാം അല്ലേ? ഞാൻ കഴുകാം. നീ അത് റെഡി ആയിക്കോ, ഞാൻ റെഡി ആക്കാം. കൊണ്ടാ പാത്രം ഇതിലിട്ട് കഴുകാനേ. തുലിയിട്ടെന്നാ ഇറച്ചിച്ചോറോ? കണ്ണൂരും തലശ്ശേരി ഒക്കെ ഉള്ള നമ്മളെ ഷീബ ചേച്ചി അല്ല മറ്റേ ലത ചേച്ചി ഒക്കെ ഉണ്ട് കേട്ടാ. ലത ചേച്ചി കാസർഗോഡാണ്. പിന്നെ അപ്പൊ കണ്ണൂരും കാസർഗോഡൊക്കെ ഉള്ളവർ പറയട്ടോ നമ്മളെ ഇറച്ചിച്ചോറിന്റെ ഇത് ഇങ്ങനെ തന്നെയാണോ അതോ പൊളിഞ്ഞോ എന്നുള്ളത്. അല്ല, വേറെ സാധനങ്ങളൊക്കെ ചേർക്കും. ഉണ്ടാക്കുന്ന രീതി. ഒരു തക്കാളി പഴം പോരടി കഴിയട്ടെ. ആ അല്ല, എല്ലാത്തൊരു ഇടങ്ങറായല്ലോ. എടീന്ന് വിളിക്കരുത് എന്ന് ഇത്രയും ദിവസം എടി പൊടിന്നൊക്കെ വിളിച്ച് നല്ല ഹാപ്പിയിൽ നിൽക്കുകയായിരുന്നു. ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഓളെ എടീന്ന് വിളിക്കരുത് എന്ന്. ഉള്ളൊരു അഹങ്കാരേ. അഹങ്കാരായിട്ടല്ല, നമ്മളെ പ്രേക്ഷകർക്കൊന്നും എടി പൊടി എന്നുള്ള വലിയ ഇഷ്ടമല്ല. എടി പൊടിയെന്ന് വിളിക്കുന്ന അങ്ങനെ അറിയോ? നമ്മൾ സ്നേഹത്തിൽ വിളിക്കുന്നതല്ലേ. എനിക്ക് ഭയങ്കര സ്നേഹമല്ലടി നിന്നോട്. അതെ, അതുകൊണ്ടല്ലേ ഞാൻ എടി എടി എന്ന് വിളിക്കുന്നേ. നീ ഞാൻ വിളിക്കൂല കേട്ടോ. പക്ഷെ എന്തോ ചെയ്യാനാന്നറിയാം. ഒരു വീഡിയോ എടുത്തപ്പോൾ ആള് മാറി. വിറക് കൊണ്ടുവരേണ്ടി വരുമടി. വിറകിത് പോരാ, രാത്രിത്തേക്ക് കഴിഞ്ഞോട്ടത്തെ മാതിരി ആവും ചിലപ്പോൾ. തീ കൂടുതലുണ്ടാ? സെറ്റായോ? ഇതൊന്ന് കഴുകി തരുമോ? ചിക്കൻ മിക്സ് അങ്ങോട്ട് ഇട്ടിട്ട് ആ പാത്രം എടുക്കുമോ? ഇതിലിടാനാ? ചിക്കൻ റെഡി ആയില്ലേ? ഇനി എന്താ വേണ്ടേ? കുക്കറാ? എന്താ കുക്കർ റെഡി. എന്താ അറിയോ? ഇളക്കുമ്പോ ഇത് പിടിച്ചിട്ട് ഇളക്കണം. സ്പൂൺ എടുത്തോ? ഇതല്ലേ? അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കോരി ഇനി കുക്കർ വെച്ചു. കുക്കറിനകത്ത് സവാള ഇട്ട് വഴറ്റുക അല്ലേ? പക്ഷേ ഞാനിതെങ്ങനെയാണ് ചെയ്യണമെന്നറിയോ? സവാള അരിഞ്ഞിടും, ഇറച്ചി മസാല ഇടും, പിന്നെ ചിക്കൻ ഇടും, അതിനിപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് പിന്നെ അരി കഴുകി ആ ഇറച്ചിക്കകത്ത് തന്നെ ഇടും. ഒരു 2 വിസിലടിക്കുമ്പോൾ നമ്മൾ അന്നെന്താ നോമ്പുകഞ്ഞി മാതിരി ഒരു ബിരിയാണി ഉണ്ടാക്കിയല്ലേ. ശരിക്കും ഇതിൽ നീ എന്തൊക്കെയാന്ന് ഒഴിക്കുക? നെയ്യും എണ്ണയും കൂടി ഒഴിക്കും, അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കും. കഴിക്കല്ലേ, ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ പോരെ. ഒരു കഷ്ണം തിന്നു നോക്കട്ടെ. ഓഹോ. എന്നിട്ട് ഇതില് സ്പൈസസ് ഒക്കെ ഇടണം. പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ. ഒന്നുമില്ല. അതൊക്കെ പറയണ്ടേ? അല്ലെങ്കിൽ നീ ഓർമ്മിപ്പിക്കാൻ അവിടുന്ന് ഇപ്പൊ വാങ്ങിക്കണം. പിന്നെ ഇനിയിപ്പോ സാറില്ല, അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാം. അതൊക്കെ ഇടണം. സവാള എടുത്തേ. സവാള അത് പിടിച്ചിട്ടിടണം കേട്ടോ. ഇളക്കുമ്പോൾ നോക്കി ഇളക്കിയാൽ മതി. എന്ത് ശരിക്കും കഴിഞ്ഞ വട്ടം നമുക്കൊരു അബദ്ധം പറ്റി. എന്താ പറയുക, ആ ഗ്യാസ് ഞാനത് പിന്നീടാണ് ആ കമൻറ്റുകൾ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. നമ്മൾ ഈ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ എടുത്ത് വെച്ചിട്ട് ഈ ഗ്യാസിൻ്റെ പരിപാടി ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ ഒരു ലീക്ക് വന്ന ഭൂന്നും പറഞ്ഞൊരു പൊട്ടിത്തെറിക്കില്ല. കണ്ടില്ലേ, ഞങ്ങളെ ഫസ്റ്റത്തെ ക്യാമ്പയിൻ്റെ താടിക്ക് തീം പിടിച്ചില്ലേ? കുറച്ച് സൈഡ് പിടിച്ച്. അല്ല, ഞാൻ പറയാ ശ്രദ്ധിക്കണം. അതൊരു ഭയങ്കര ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു വർഷം എടുക്കട്ടെ. ചെറുത് എന്തറിയ
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കൈ എടുക്കാൻ ഇത് എടുക്കാൻ പേടിയ കൈ എടുക്കാൻ മറിയൂലേ അറിഞ്ഞാലോ. ഇല്ലേ അഡ്ജസ്റ്റ്മെന്റ് പതുക്കെ എടുത്തോക്ക്. എവിടെയുള്ള ഇതാ പൊടി. കട്ടൻ കാപ്പിയാ തീനകത്ത് വെക്കട്ടെ. ആ അതൊരു നല്ല ഐഡിയ. പിന്നെ അരി വേണം. അരി അരി എടുത്തരാം. അരി കഴുകാനായോ? അരി ഇവിടെ ഉണ്ട്. എന്താ ഗ്ലാസ്സിൽ ഒന്ന് മതിയാ? നൈറ്റിൽ കുറച്ച് ഫുഡ് നീ കഴിച്ചാൽ മതി, എനിക്കത് പോരാ. നീ കുറച്ച് കഴിച്ചാൽ മതി. എന്തായാലും നല്ലോണം ഉണ്ടാക്കുക. പിന്നെന്തിനാ കുറച്ച് കഴിക്കുന്നത്? ആരോടാ? എന്നോടാ? പ്രേക്ഷകരോടോ? അപ്പൊ പ്രേക്ഷകരോട് നമ്മളെ പെണ്ണുപിള്ള ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെന്താ ആരാ പറഞ്ഞല്ലോ പെണ്ണുപിള്ള? ഷീബ പെണ്ണുപിള്ളേരെ കൊണ്ട് വന്നത് നന്നായി. എന്താ പറഞ്ഞു ഷീബ? ഗരം മസാലയൊക്കെ വേണം. ഗരം മസാലയൊക്കെ വേണം. ഒരു സാധനമില്ല. അപ്പൊ ഇനി തൊട്ട് വരുമ്പോ ഈ സാധനങ്ങൾ എന്താ വെച്ചാൽ നീ വേണ്ടിയത് മേടിക്കണം കേട്ടോ. നീ അതില്ല ഇതില്ല ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാസിയെ? സതീശന്റെ അതേ പരിപാടിയാണല്ലോ നീ കാണിക്കുന്നത്. ക്യാമ്പിങ്ങിന് രാത്രി ഏതെങ്കിലും മലന്റെ മുകളിൽ കയറി അവിടെ ചെന്നിരിക്കുമ്പോ അതില്ല ഇതില്ല ആ സൈസ് പണിയാണ് നമ്മൾ കാണിക്കുന്നത്. സെറ്റായാ? വെള്ളം ഒഴിക്കണം. വെള്ളം അളന്നൊഴിക്കണ്ടേ? അപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് എടുക്കണേ. അപ്പോൾ എത്ര ഗ്ലാസ് അരി വെള്ളം ഒഴിക്കണം? 3 ഗ്ലാസ് വെള്ളം. ഓക്കെ അല്ലേ? ഒഴിക്കട്ടെ? ഒന്ന്, അത്രയും വേണ്ടേ? മതി. 3 പോരെ? ഇതിനകത്ത് അരി ഇളക്കണം അല്ലേ? അരിയും കൂടെ ഇട്ടിട്ടാണ് ചിക്കൻ ഇടുക. പക്ഷെ പാത്രത്തിന്റെ പരിമിതി കൊണ്ട് നമുക്കിപ്പോ ചിക്കൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഗ്ലാസ്സിലുള്ള അരി അങ്ങോട്ട് വീഴാൻ വേണ്ടിട്ടോ കൈ കൊണ്ട് എടുക്ക്. ഗ്ലാസ്സിലുള്ള അരി വീഴാൻ വേണ്ടി വെച്ചപ്പോ പുറത്ത് ഇത്ര അരി വീഴും. സാറില്ല. തിളച്ചാ? തിളച്ച് വരുന്നു. തിളക്കണതിന് മുമ്പ് അരി ഇടാലോ അല്ലേ? എന്നിട്ട് മൂടി വെക്കാം. ഇട്ടേ പിടിച്ചോ. അപ്പോൾ നമ്മുടെ അരി ഇടാൻ പോവാണ്. ഇത് ഞാനും ആശാനും ഉണ്ടാക്കിയതുപോലെ നോമ്പ് കഞ്ഞി ആകാതിരുന്നാ മതി. ആവോ കളയണില്ല. ഓ എൻ്റെ പൊന്നോ. പാത്രത്തിന്റെ അടിയൊന്നും ഇടൂല, അരിയല്ലേ ഇടുള്ളൂ. അല്ല ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊട്ടുമ്പോഴേ വീണാലോ? ഇല്ല വീഴൂല. എല്ലാത്തൊരു ഇടങ്ങാറാണല്ലോ ആസിയെ. അരി സൈഡില് എടുത്തോളാം. പോരെ? കുക്കറിന്റെ അടുപ്പം ആത്താ ഞാൻ എടുക്കാം. 2 വിസിൽ പോരെ? സ്റ്റൂളിന്ന് വീഴരുതിട്ടോ. സതീശൻ വീണോ? അരി സതീശനെ ഞാൻ ഇന്ന് വിളിച്ചതാ. നീ ഉണ്ടായതുകൊണ്ട് അവനില്ലാന്ന്. അത് നീ വിസില് വരുമ്പോ പിടിക്കണം. എന്തിനാ? ചിലപ്പോ ഇതെല്ലാം എടുത്ത് വെക്കട്ടെ. അപ്പൊ നമ്മുടെ തേങ്ങാച്ചോറോ എന്താണ് ഇറച്ചിച്ചോറിന്റെ പരിപാടി ഏകദേശമൊക്കെ സെറ്റായില്ലേ? ഇനി അതൊന്ന് വിസിലടിച്ചാൽ കഞ്ഞി ആയിട്ടില്ലെങ്കിൽ കുടിക്കാം. ഞങ്ങൾ വിറകെടുത്തിട്ടാ. വിസിലൊന്നുമില്ല. അതെ എന്നത് മതി. ഇറക്ക്
മതിയല്ലേ? റെഡി ആയിട്ടില്ലെങ്കിലോ? നോക്കാം നമുക്ക്. നോക്കട്ടെ. ഇറക്കി വെക്കട്ടെ. ശരിക്കും നോമ്പ് കഞ്ഞി മാതിരി ആവുന്ന തോന്നുന്നത് ഇറച്ചിച്ചോറ്. ഒരു സംശയം. നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ. മണമൊക്കെ ഉണ്ട്, പക്ഷെ അത് കുക്കറിൽ റെഡി അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഉണ്ടോ 2 ഗ്ലാസ്? ഓ 2-ൽ കൂടുതലുണ്ട്. വെക്കട്ടെ. ഈ തീയിലങ്ങ് വെക്കാം അല്ലേ? ഓക്കെ, അവിടെ ഒന്ന് ചൂടാവട്ടെ അല്ലേ? കടലയോ? ഇത് കടലയൊക്കെ കൊണ്ടുവന്നു കഴിക്കാം. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അത് രാത്രി കഴിച്ചാൽ പോരെ? ഇപ്പം കഴിക്കാലോ. ഒരു കമന്റ് വന്ന് നിൽക്കുക, ശ്രദ്ധിച്ചോ? ചവക്കുന്നത് ബോറാണ്. ചവക്കണ സൗണ്ട്. അപ്പോൾ മൈക്ക് മാറ്റി വെക്കാം അല്ലേ? ഇവിടെ കേൾക്കുമോ? ഇനി കേൾക്കുന്നുണ്ടോ നോക്കണേ. നോട്ടാ. അല്ല, ഇത്രയും ദൂരം വെച്ചിട്ട് കേൾക്കണ്ടേ പിന്നെ എന്താ ചെയ്യാ അല്ലേ? നല്ല വിറകില്ലേ? 2 സ്റ്റൂൾ എന്തായാലും വേണല്ലേ? വേണ്ട, ഇരുന്നോ. ആഹാ, കഴിഞ്ഞ വട്ടം നീ പഴം ഉണ്ടെന്നല്ലോ. ഇതൊന്നും എനിക്ക് ശീലമില്ലാത്തൊരു പരിപാടി. ഇതൊന്നും ശീലാക്കല്ലേ? നിനക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ? കഴിച്ചു. ചോറെന്ത് ചെയ്യാ? എൻ്റെ ഇതുകൊണ്ട് ഗ്യാസുണ്ട്. പിന്നെ കാപ്പിപ്പൊടി എടുക്കടി. ഇത് തിളച്ച്. ഇത് കാപ്പിപ്പൊടിയല്ല, ഇത് തേയിലപ്പൊടിയാ. ചായപ്പൊടി ഇല്ലേ? അതാ പാത്രം ഒന്നും കാണില്ല. ഞാൻ ഈ പെട്ടിയിൽ നിന്ന് തെരഞ്ഞു പിടിച്ചെടുത്തതാ. ഇത് തുറന്നു. കാവി പോയി. പായസാണോ കഞ്ഞിയാണോ? കുക്കർ ഒരു ശരിയില്ലാത്തോണ്ട്. ആ ഇല്ലടി. റെഡിയോ? ഓ സെറ്റ്. അവിടെ നീ ഇളക്ക്. സെറ്റ്. ആ അടിപൊളിയടി. സെറ്റായില്ലേ? നമുക്ക് കഴിച്ചാലോ? കൊതി വരുന്നു കണ്ടിട്ട്. നോട്ടെ. എപ്പടി? സൂപ്പറടി. അടിപൊളിയടി. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാനിത് ഉണ്ടാക്കുമ്പോ നിങ്ങളിത് കഴിക്കാറില്ല. നിങ്ങൾ പറയും ഇറച്ചി ചോറാണെങ്കിൽ എനിക്ക് ഈ ചോറ് വേണ്ട എന്നിട്ട് ഞാൻ വെറും ചോറ് എത്ര വട്ടേക്കാക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സത്യട്ടോ, വീട്ടിൽ നിന്നേ ഇവിടെ ഇറക്കി ഇത് ഉണ്ടാക്കുമ്പോ ഞാൻ കഴിക്കലില്ല. കഴിക്കലില്ലല്ലോ? ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഇതന്നെ വീട്ടില് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്ക് കഴിച്ചാലോ? കഴിക്കാം. കാപ്പിയോ? ഇതിന്റെ കൂടെ കാപ്പിയല്ലേ കുടിക്കുക? വെള്ളമല്ലേ കുടിക്കുക? വെള്ളം കുടിക്കണേ വെള്ളം കുടിച്ചാൽ എനിക്ക് കാപ്പി മതി. എന്നാ നീ എൻ്റെ അകത്തൊക്കെ ഒന്ന് റെഡിയാക്ക്. ശബ്ദം എന്താ? മുട്ടും പൊട്ടും അല്ലേ? എന്താ മുട്ടും കൊട്ടും പാട്ടും ഒക്കെ. ഗ്യാസ് ഊരിയാക്കട്ടെ. എന്തിനാ പേടി? ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ മോളെ? ഞാനല്ലേ കൂടുതൽ, അതുകൊണ്ടാ പേടിയില്ലേ? ഇല്ല പിടിക്കൂല. നീ ആദ്യേ ഇത് തിന്നാനുള്ള സംവിധാനം ആക്ക. അവിടെ വിരിച്ചോ. അത് കിടക്കാനുള്ളതാ, അതിനകത്ത് ആവരുതേ. ഇതാ
എന്നാ ചായ കൈ കൊണ്ട് തൊടാൻ പറ്റൂല, ഇപ്പൊ തൊടണ്ട. അവിടെ വെച്ചു, അവിടെ വെച്ചു. ഇനി എന്താ വേണ്ടേ? ഇത് അത് അതൊക്കെ എടുത്തു വെക്കാം, നീ ആദ്യം ഇത് കഴിക്കാം നമുക്ക്. സെറ്റല്ലേ? ഞാൻ ഇവിടെ ഇരിക്കട്ടെ. വിളമ്പിക്കോ. ഇല്ല പൊന്നോ, ഇന്നത്തെ ഇറച്ചിച്ചോറ് തിന്നിട്ട് പറയാം ബാക്കി. ഇത് തണുക്കുമ്പോ കുറച്ചുകൂടി വേറെ വേറെ ആവുക. ഇപ്പൊ ചൂടല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ എന്നാ തണുത്തിട്ട് കഴിച്ചാൽ മതിയായിരുന്നു. വിശക്കുന്നില്ല ഇപ്പൊ. വിശക്കണത് ഇത് കണ്ടിട്ട് കൊതിയായിട്ടാണ്, അല്ലാണ്ട് വിശന്നിട്ടല്ല. കഴിച്ചോ. നീ ഇതിൽ വിളമ്പ്. കുറച്ചുകൂടി മതി. കഴിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം. മൈക്ക് മാറ്റി വെക്കട്ടെ, മൈക്ക് മാറ്റി വെക്കട്ടെ കേട്ടോ, അല്ലെ ചറ പറയാന്ന് ഞാൻ തിന്നും ചെയ്യും. ഇതിന്റെ കൂടെ അച്ചാറ് വേണോ, സലാഡ് വേണോ? സലാഡ് വിനാഗിരി വെച്ചിട്ടുണ്ടാക്കുന്ന സലാഡല്ലേ? എന്തായാലും സംഭവം പൊളിയായി, അടിപൊളി, നല്ല ടേസ്റ്റ്. പറ. അടിപൊളി, നല്ല ടേസ്റ്റ്. പിന്നെ ഞാനല്ലേ ഉണ്ടാക്കിയത്, എനിക്കല്ലേ പറയണ്ടേ എങ്ങനെയുണ്ട് ഇതില്ലേ? ആ നന്നായിണ്ടേ. ഒന്നുകൂടി വേവാണ്ട. എന്തല്ലോ എന്തല്ലേ എന്ത് കുഴപ്പമില്ലല്ലേ? ഇതൊരു നല്ല ഫുഡാട്ടോ. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടാക്കാവുന്ന നല്ലൊരു ബിരിയാണി തന്നെയാണ് അല്ലേ? തമിഴ്നാട് ബിരിയാണി ഇങ്ങനെയല്ലേ? നല്ല പാട്ട് കേൾക്കുന്നുണ്ടോ? നാടൻ പാട്ട് കേൾക്കുന്നുണ്ട്, എവിടെയോ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. എന്തായാലും നീ വന്നതിന് ശേഷം ഫുഡ് സെറ്റാട്ടോ. ഇക്ക തട്ടിക്കൂട്ട് ഫുഡ് ഉണ്ടാക്കും. ഒരു ദിവസം നമുക്ക് കപ്പ, ഉടച്ചു പൊഴിഞ്ഞ കപ്പയും നല്ല മീൻകറി ഉണ്ടാക്കും. അടുത്ത ഞങ്ങള് ഉടച്ചു പുഴുങ്ങിയ കപ്പയും അവിടെ പറയും. അടുത്ത ഞങ്ങള് ഉടച്ചു പൊഴിഞ്ഞ കപ്പയും നല്ല അടിപൊളി മീൻകറിയും ഉണ്ടാക്കും കേട്ടോ. കഴിച്ചോ കഴിച്ചോ, മതി, എനിക്ക് മതി മോളെ, നീ കഴിച്ചോ. അത് കഴിക്കട്ടോ. ആര് പറഞ്ഞില്ലേ വയറില് കൊള്ളണല്ലേ കഴിക്കുക? അതുപോലെ തന്നെയല്ലേ ഞാനും. ഗ്ലാസ് എടുത്ത് അയ്യോ ചൂടുള്ള കാപ്പി. ശരിക്കും പറഞ്ഞത് ഇറച്ചിച്ചോറല്ല, ശരിക്കും ബിരിയാണി പോലെ അല്ലേ? ഇതൊക്കെ ഒരു നമ്പറാന്ന് നമുക്കല്ലേ അറിയുള്ളൂ. ഞങ്ങളെ നമ്പറൊന്നും നടക്കൂല. നിങ്ങൾ എത്ര ആൾക്കാരെ അറിയപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാരും വിചാരിക്കും ഇതിനു മുമ്പ് ഭയങ്കര നമ്പറായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഫുഡ് അടിപൊളിയായി, സെറ്റപ്പ് ഫുഡായി. ഇനി നീ എന്നും കൂടെ വന്നാൽ അതേപോലെ ഫുഡൊക്കെ തിന്നല്ലേ? ഇന്നെ കൂടെ കൂട്ടണം. പോര്, അഡ്വഞ്ചറായിട്ട് അവിടെ ഇവിടെയൊക്കെ കയറാ. റെഡി ആണെങ്കിൽ ഓക്കെ പോര്. റെഡിയാണ്. നിന്നെ സേഫ് ആയിട്ട് ഞാൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചേക്കാം, ഒരു കുഴപ്പമില്ലാതെ. മതിയോ കാപ്പി? റെഡിയാണോ നീ? റെഡിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത അഡ്വഞ്ചറിന് ഇവിടെ ഉണ്ടാവും അല്ലേ? അപാടി ഞാൻ കടിച്ചോ, അല്ലെങ്കിൽ കൈ താത്തും ഞാൻ. എഴുന്നേക്കാം. കാപ്പി കുറച്ചുകൂടി ഇല്ലേ? എനിക്ക് മതി. കളയണ്ട. കളയൂല, കുറച്ച് ഞാൻ കുടിക്കും. അല്ല നീ കുടിച്ചോ, ഇനിയിപ്പോ നിന്റെ അറിയട്ടെ. എനിക്ക് വേണ്ട. അത് രണ്ടാക്കും 50-50 നീ കുടിച്ചോ? കുറച്ച് വേണ്ടിട്ട് എനിക്ക് വെറുതെ കളയണ്ട, മുടിയിട്ട്
മതി പോ. പിന്നെ ചോറുണ്ടായിന് ഇറങ്ങുമ്പോ നോക്കണം തല മുട്ടാതെ. വെള്ളമുണ്ട്. ഇന്ന് വെള്ളം ആവശ്യത്തിന് വേണം നിൽക്കണം. നിന്റെ ആവശ്യത്തിന് വെള്ളം ചെലവാക്കിക്കോളാൻ എന്നോട് ഒരാൾ കമന്റ് ചെയ്തല്ലോ. ആരാ പറഞ്ഞേ നിന്റെ ആവശ്യത്തിന് വെള്ളം തട ആവശ്യത്തിന് വെള്ളം ചെലവാക്കാൻ കൊടുക്കണം? ചായപാത്രം ഇവിടെ വെച്ചാ പോരെ? പുറത്ത് ഇവിടെ നോട്ടല്ലേ? ചട്ടി ഇവിടെ നോട്ടെ. നമ്മുടെ സ്റ്റൗ എടുക്കടി. ഇങ്ങനെയാണല്ലോ. എനിക്ക് ഭയങ്കര പേടിയത്. എന്ത് ഗ്യാസോ? അന്നത്തോടു കൂടി പേടി പിടിക്കില്ലേ? ഭയങ്കര പേടിയായി. പോരെ എല്ലാം വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ചേരം ഇരിക്കല്ലേ? വേണ്ടേ? വേണ്ട അവിടെ ഇരുന്നു. തീരത്തില്ല. വേണ്ടേ? അല്ല ഇവിടെ ഇരുന്നോ? ഞാൻ കുറെ നേരം ഇരിക്കുന്നു. ഇവിടെ ഇരുന്നു. അപ്പൊ എഴുന്നേക്ക്. എഴുന്നേക്കാതെ ഇരുന്നോ പറഞ്ഞാൽ ഞാനങ്ങനെ ഇരിക്കാം. എണീക്കില്ല ഞാൻ. രണ്ട് സ്റ്റൂള് വേണല്ലേ? ഞാൻ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാ സ്റ്റൂളിന്റെ കാലുടിയോടി. തീയും കത്തുന്നില്ല. തീ കത്തുന്നില്ല. നല്ല ചൂടുണ്ടല്ലോ. ചൂടുണ്ട്. ഇന്ന് വലിയ തണുപ്പില്ല അല്ലേ? പിന്നെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് സെറ്റല്ലേ? സെറ്റാണ്. എന്ത് സെറ്റാണ്? എല്ലാം സെറ്റായി. ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി. ഇവൾക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതിന് ശേഷം ഇവൾക്ക് ക്യാമ്പിങ്ങിന് വരാൻ ഭയങ്കര ത്രില്ലായി. അതായത് നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ പഠിക്കാൻ മാത്രമല്ല ഇവൾക്ക് അതൊക്കെ എങ്ങനെയെന്ന് അറിയാനൊക്കെ ഒരു ത്രില്ലായി. ഞാൻ ഈ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓടി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്യുമ്പോൾ ഇവൾക്ക് തന്നെ അതിശയം. ഇത് ഇങ്ങനെയാണോ ചെയ്തേ? ഇത് ഇങ്ങനെയായിരുന്നോ ചെയ്തിരുന്നതെന്നൊക്കെ. നല്ല കഷ്ടപ്പാടാണ്. ഭയങ്കര പാടാണ്. ഇപ്പൊ മനസ്സിലായി. പാട് നമുക്ക് ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഇത് ആംഗിൾ ഇല്ല. ഈ ഫ്രണ്ടിലെ ആംഗിൾ മാത്രമേ ഉള്ളൂ. മേൽഭാഗമോ ഇതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൂരെ ക്യാമറ കൊണ്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണല്ലോ, അറിയാലോ. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ അഡ്വഞ്ചർ ചെയ്യാൻ ഇവൾക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ വലിയ അങ്ങനെ കാട്ടിലൊന്നും എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അല്ലാണ്ട് മലകളൊക്കെ കയറാനേ നമ്മളെ ഇതിപ്പോൾ വലിയ കാടൊന്നുമല്ല. നമ്മളിരിക്കുന്നത് വലിയ കാട്ടിലൊന്നുമല്ല. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ പോയാൽ റോഡായി. മെയിൻ റോഡാണ്. അതായത് കോഴിക്കോട് സുൽത്താൻ ബത്തേരി കോഴിക്കോട് 2 റോഡ് തിരിഞ്ഞാലും പിന്നെ സുൽത്താൻ ബത്തേരി മൈസൂര് അങ്ങനെ നേരെ പോയ മൈസൂര് കോഴിക്കോട് അല്ലേ? മൈസൂര് കോഴിക്കോട് ഹൈവേ ആണ്. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ മതി. വണ്ടിയുടെ ഒക്കെ ഇടയ്ക്ക് ആംബുലൻസിന്റെ ഒക്കെ സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ വലത്തോട്ട് പോയാലും കോഴിക്കോട്, ഇടത്തോട്ട് പോയി കുറച്ച് ദൂരം ചെന്നാലും മൈസൂര് കോഴിക്കോട്. കഴിഞ്ഞ ഇനി ഞാൻ പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇവിടെ വലിയ പേടിക്കാനുള്ള സ്ഥലമൊന്നുമല്ല, സേഫ് തന്നെയാണ്. എന്താ വെച്ചാൽ റോഡ് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 1 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ അല്ലേ? സൗണ്ട് വണ്ടിയുടെ സൗണ്ടൊക്കെ ചില സമയത്ത് ആംബുലൻസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ ഇവിടെ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ പേടിയില്ലല്ലോ? പേടിയില്ലല്ലോ. അതെന്തായാലും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? വരുമോ കൂടെ? അടി. പിന്നെ അപ്പോൾ ഞങ്ങൾ ഇനി ഉള്ള വീഡിയോയിൽ മിക്ക ദിവസങ്ങളിലും ഇവള് വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ വരൂല്ലേ? ഇഷ്ടമായില്ലേ? ഇവൾക്ക് ക്യാമ്പിംഗ് ഒക്കെ ഇഷ്ടമായി. അതായത് ഞാനിങ്ങനെ ഭയങ്കര സപ്പോർട്ടാട്ടോ. അതായത് വീട്ടിലായാലും വാപ്പിയമ്മയായാലും ഇവളായാലും
മക്കളായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാനും പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിൽ ഈ അഡ്വഞ്ചറായിട്ട് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ ഒരുപാട് അഡ്വഞ്ചറുള്ള സ്ഥലത്തൊന്നും ഞാൻ അഡ്വഞ്ചറാണെന്ന് പറയില്ല. നമ്മൾ അഡ്വഞ്ചറായിട്ട് മല കയറി അതിൻ്റെ മുകളിലാണെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ എന്താ വെച്ചാൽ വീട്ടിൽ വാപ്പാക്കും ഉമ്മാക്കും ഒരു വിഷമമാണ്. ഇവള് പിന്നെ നമുക്ക് കുറച്ച് ധൈര്യം തരുമെങ്കിലും വാപ്പാക്കും ഉമ്മാക്കും ഒരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും പറയില്ല. പിന്നെ പറഞ്ഞു വന്നത് ഇനി എല്ലാ വീഡിയോയിലും ചിലപ്പോൾ ഒരു പക്ഷേ ഞാനുണ്ടാവും കൂടെ. ഉണ്ടാവില്ലേ? സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ചു നേരം തീയും കണ്ടിട്ട് അല്ല കാഞ്ഞിട്ട് അങ്ങനെ വട്ടം ചുറ്റിച്ചോക്കാം. ഏത് നിങ്ങൾ അങ്ങനെ ചുറ്റിക്കും? എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ. ഇപ്പൊ ഇഷ്ടം ഇങ്ങനെ റൗണ്ട് വൃത്തം വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഞാൻ ചുറ്റുമായിരുന്നു പണ്ട്. ഞാനും ചുറ്റിയായിരുന്നു ഇങ്ങനെ തീക്കമ്പൊക്കെ എടുത്തിട്ട്. തീക്കമ്പ് അതുപോലെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ 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 കളിക്കുമായിരുന്നു. വേറെ ഒന്നും കാണാതെ ഉമ്മൊക്കെ കണ്ടാൽ അടി കിട്ടൂലേ. എനിക്കിപ്പോഴും ഇഷ്ടം അങ്ങനെയൊക്കെ കളിക്കാൻ. പൊട്ടത്തരൊന്നും മാറിയിട്ടില്ല. നമുക്ക് നല്ല രസമുണ്ട്. ഇത് പോന്ന് നോക്ക്. പിള്ളേരും വന്ന് മുത്തോളം വന്ന് കാണിക്കരുതിട്ടാ. നല്ല രസമുണ്ട്. കാണണ്ടോ റൗണ്ട്? എങ്ങനെയല്ല നല്ല രസമുണ്ട് കണ്ടോ. വൃത്തം കളിക്കാണ്. പിന്നെ പാച്ചുവിന്റെ മുമ്പൊന്നും കളിക്കരുതിട്ടാ. പാച്ചൊക്കെ എടുത്ത് കളിക്കേ. കുട്ടികളും ഒന്നും കളിക്കില്ല. ഇക്ക എപ്പോഴും നമ്മൾ മനസ്സ് ചെറുപ്പാവണം, കുട്ടിയാവണം. എപ്പോഴും കളി. മക്കളെ മുന്നിൽ ഇത് കാട്ടണ്ട, അല്ലാതെ ഇപ്പൊ കാട്ടിക്കൂടെ. ഇങ്ങനെ പൊട്ടിക്കും. കളിച്ചോ നിന്റെ ഇഷ്ടത്തിന് കളിച്ചോ. അത് വെച്ച് കുത്താതിരുന്നാ മതി. കുട്ടികള് വീഡിയോ കാണുമ്പോ കാണൂലേ. അതാ പറഞ്ഞ കുട്ടികള് വീഡിയോ കാണുമ്പോ വാപ്പയും തീയില് കളിക്കാന്ന് പറയും. ആവശ്യമില്ലാത്തൊരു പരിപാടി. അപ്പൊ ശരി. എന്ത് ശരി? കുറച്ചേരം കൂടി ഇരുന്നിട്ട് കിടക്കല്ലേ? നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. പാട്ടും കേട്ട് കിടക്കാം. നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. പാട്ടും കേട്ട് കിടക്കാല്ലേ? തീയോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ബാക്കി നമ്മള് രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പതുക്കെ എഴുന്നേറ്റ് പോലടി. അങ്ങനെയല്ലേ? ഓക്കെ. ഞാൻ പോരെ? വിരിച്ചത് മതിയാ? കുഴപ്പമില്ലല്ലോ. ഇത് ഓഫ് ചെയ്ത് നോക്കാം അല്ലേ? ഇതിവിടെ കത്തി കിടന്നോട്ടല്ലേടി അല്ലേ? ഇന്ന് കിടക്കല്ലേ? അതൊക്കെ എടുത്തു വെക്ക്. സമയം എന്തായി നോക്കിയേ? 10 മണിയാ? 10:15. അപ്പം എന്തായാലും ഞങ്ങൾ പതുക്കെ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. പാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാട്ട് എനിക്ക് തോന്നുന്നത് പൂപ്പൊലിയിലെ പാട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കൂല അല്ലേ? അപ്പം ഞങ്ങൾ പാട്ടും കേട്ട് പതുക്കെ കിടന്നുറങ്ങാണ്. നല്ല പുക അടിക്കുന്നുണ്ട്. എന്ത് കുഴപ്പമില്ല കേട്ടോ. നീ ഈ സൈഡ് കിടക്കണോ ഈ സൈഡ് കിടക്കണോ? അല്ല, നീ ഇങ്ങനെ സൈഡ് കാല് ഇങ്ങനെ വെച്ചിട്ട് കിടന്നോ. ആ സൈഡില് ഞാൻ ഇങ്ങനെ കിടക്കാം. അപ്പൊ ഇതൊരു തടസ്സായില്ലേ നിനക്ക്? ഈ ഒരു പാറ ഇപ്പുറത്ത് ഞാനും തടസ്സായി. പേടിക്കല്ലോ? ഓക്കെ. പേടിയൊന്നുമില്ല. പിന്നെ പേടിയുണ്ടാ? ഓക്കെ. അപ്പൊ കിടക്കല്ലേ? അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടാ. ബാക്കി രാവിലെ ഓക്കെ അല്ലേ? എന്നാ കിടന്നോ. ലൈറ്റ് ഓഫ് ആയിക്കോ. ഈ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കിയാൽ ഈ ലൈറ്റ് പോരെ? ഈ ലൈറ്റ് പോരെ ഇവിടെ? കുഴപ്പമില്ലല്ലോ.
ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല മഞ്ഞാട്ടോ, നല്ല കോടമഞ്ഞ്. എന്താ വെച്ചാൽ ഇന്നലെയൊക്കെ വൈകുന്നേരമൊക്കെ രാത്രിയൊക്കെ ചെറിയൊരു മഴയുടെ ചെറിയൊരു ചാറ്റലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കും മഞ്ഞ്. നല്ല മഞ്ഞ്, നല്ല തണുപ്പുമായി സെറ്റ്. ആ സൈഡൊന്നും ഒന്നും കാണാൻ തന്നെ അല്ല കേട്ടോ, നല്ല മഞ്ഞ, നല്ല തണുപ്പുണ്ട് ഇന്ന്. എന്തായാലും കുറച്ച് കാപ്പിയൊക്കെ വെക്കാം അല്ലേ? അവിടെ എഴുന്നേറ്റിട്ടില്ല. ഡി എഴുന്നേക്കണ്ടേ? ഇവിടെ തന്നെ വെക്കാം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? തണുപ്പ്, നല്ല തണുപ്പ് അല്ലേ? നമ്മൾ കഴിഞ്ഞ വട്ടമൊന്നും ക്യാമ്പ് ചെയ്തപ്പോൾ അത്ര തണുപ്പില്ല. ഇന്ന് നല്ല മഞ്ഞാണ്, അടിപൊളി മഞ്ഞ്. എൻ്റെ സൗണ്ടൊക്കെ മാറി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തണുപ്പില്ല അല്ലേ? ഇതിനുള്ളിൽ ഈ പാറ ഇങ്ങനെ 2 പാറ വന്നിരിക്കുന്നോണ്ടേ ഈ പാറ ചൂടായിട്ടിരിക്കുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ? ആ കാപ്പിപ്പൊടി എടുക്ക്. നീ ഗുഡ് മോർണിംഗ് പറഞ്ഞോ? ഗുഡ് മോർണിംഗ് പറയ്. അത് ശരി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താ ലാസ്റ്റ് ട്ടോ? ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല മഞ്ഞുണ്ട്. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. കുടിച്ചോ? നീ കുടിച്ചോ? കുടിച്ചടി. നീ കുടിച്ചോ? അല്ല, എടീന്ന് വിളിക്കരുത്. ഇന്നലെ ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. എടീന്ന് വിളിച്ച പ്രശ്നം. ഒരു പ്രശ്നമില്ലായിരുന്നു, എടി പൊടി തന്നെ ആയിരുന്നു വിളി. ഒറ്റ വീഡിയോ ഇറങ്ങോട് കൂടി അവളെ എടീന്ന് വിളിക്കാൻ പാടില്ല. എല്ലാവരും നല്ല കമന്റുകളാണ് ചെയ്യുന്നത്. അതൊക്കെ കൂടി കണ്ടപ്പോഴത്തേക്ക് ഇവൾക്ക് ലഡു പൊട്ടിയതാണ്. അങ്ങനെയാണ് വീണ്ടും വീണ്ടും വരണം എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പൊ പറഞ്ഞിട്ടില്ല, അഡ്വഞ്ചറായിട്ട് മല കയറാനും വരുന്നാ പറയണേ. വരൂല്ലേ? കുടി. മധുരമില്ലാത്ത കട്ടൻ കാപ്പിയാണ്, കുഴപ്പമില്ലല്ലോ. മധുരമില്ലാത്ത കുടിച്ച് ശീലിച്ചില്ലേ ഇപ്പം നമ്മൾ? പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. പിന്നെ അതുവരെയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം. പിന്നെ ഇവൾക്ക് ഫസ്റ്റത്തെ വീഡിയോയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല റീച്ചായിട്ടുണ്ട്. ഇവൾക്ക് റീച്ചായിട്ടുണ്ട്, വീഡിയോയ്ക്കല്ല. എന്താ വെച്ചാൽ ഇവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര, അത് ആർക്കായാലും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലൊരു ഇൻട്രസ്റ്റ് ഇവൾക്കും വീഡിയോ ചെയ്യാൻ, ഇങ്ങനെ എൻ്റെ കൂടെ വരാനും. പിന്നെ അതുപോലെ ഇവളെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് വാട്സപ്പിലൊക്കെ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പോവാണ് അങ്ങനെയൊക്കെ. അതൊക്കെ ഒരു ഇഷ്ടമാണല്ലോ, അതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് കേട്ടോ. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ കമൻറ്റിലൂടെ ഓരോ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അത് ഇവളെക്കുറിച്ചാവുമ്പോൾ ഇവളെയും കൂട്ടണോ അല്ലെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കൊരു സന്തോഷം. അങ്ങനെ കുരുപൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഞങ്ങൾ എന്തായാലും അതൊക്കെ ഇവിടുന്ന് വിടാനുള്ള പരിപാടി നോക്കാം അല്ലേ? ഒതുക്കാനൊന്നുമില്ല, ഒക്കെ വാരി കെട്ടി ചാക്കിലാക്കിയിട്ട് പോയാൽ മതി. അതൊന്ന് സെറ്റാക്കാം. എന്നാ വാ, അതിന് കുറച്ച് കാപ്പിപ്പൊടി ഉണ്ട്. ഇത് പൊളിഞ്ഞു പോയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും പിള്ളേരെ കൊണ്ട് വരായിരുന്നില്ലേ? ഇത് പൊളിഞ്ഞു പോയിട്ടില്ല. പൊളിഞ്ഞു അങ്ങനെ ആരും പൊളിച്ച് കളയില്ല. എന്താ അറിയോ, നമ്മളിത് ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താ വെച്ചാൽ ഇങ്ങോട്ട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പോയതിനു ശേഷം കുറേ ആളുകൾ ഇങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട്. അതെനിക്കിവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റി. എന്താ വെച്ചാൽ ലേസിൻ്റെ പാക്കറ്റും മഞ്ചിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അത് മാത്രമല്ല കുറേ പേര് വന്നിട്ട് പക്ഷെ പൊളിച്ചങ്ങനെ ആരും കളയില്ല. ഇത്രയും നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും പൊളിച്ച് കളയോ അല്ലേ? അപ്പോൾ അതൊക്കെ റെഡിയാക്ക്. ഒതുക്കല്ലേ? എന്നാൽ റെഡിയാക്ക്.